അമരം 4K ദൃശ്യമികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്. പിന്നെ ജാനകിയമ്മ പാടി തകർത്ത് വെച്ച പാട്ടാണ്. പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടാണ് കേട്ടോ. പാട്ട് സിമ്പിളാണ്, ലൈറ്റ് സോങ് ആണിത്. പക്ഷെ അവര് പാടിയ രീതിയിൽ പാടാൻ പല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ പാടിയത്. പിന്നെ മെയിൻ പ്രശ്നം ഈ വൈബ്രേഷൻ വരുന്നത് ടെൻഷൻ കൊണ്ടാണോ വോയിസിലൊരു ഒരു വിറച്ചിൽ വരുന്നുണ്ട് വിറയില്. അതാണോ എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുണ്ടോ? ഇല്ല സാർ, വെറുതെ ഇരിക്കുമ്പോ പറയലില്ല. ടെൻഷൻ ഇല്ലാണ്ട് വെറുതെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പല്ലവി മാത്രം മതി, ജസ്റ്റ് നല്ല സ്വീറ്റ് ആയിട്ട് അങ്ങോട്ട്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. ഈ ടെൻഷൻ മാത്രം അവോയ്ഡ് ചെയ്യുക. അടുത്ത റൗണ്ടില് ടെൻഷൻ പാടില്ല. പല്ലവി പാടുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് അത് പാടുന്നത്. അതെന്താ ഈ പാട്ടിൽ എന്താണ് പ്രത്യേകത? വൈ യു സെലക്ടഡ് ദിസ് സോങ്? ആക്ച്വലി സോറി, എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഫസ്റ്റ് തിങ്. പിന്നെ ആക്ച്വലി അച്ഛൻ ഇപ്പം 4 വർഷമായി മരണപ്പെട്ടു. പിന്നെ എന്താ പറയുക, അതിനുശേഷം എന്താ പറയുക, ഫുൾ സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡും നാട്ടിലില്ല, ദുബായിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എപ്പോഴും എന്താ പറയുക ഇങ്ങോട്ട് വരണം എന്നുണ്ട്, പക്ഷേ ലീവ് ഇല്ലാത്തതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു ഇമോഷണൽ ആയതുകൊണ്ട് ഞാൻ ഈ സോങ് സെലക്ട് ചെയ്തത്. ചെറുപ്പത്തിലെ ഞാനും അച്ഛനും ഭയങ്കര കണക്റ്റഡ് ആണ്. വെണ്ണിലവ് കണ്ണ് വെച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലും വെച്ച പാദസരമേ. അപ്പോ കോവിഡ് വന്നതിന്റെ ശേഷം ആൾക്ക് മാറിയായിരുന്നു. ഞാൻ അന്ന് എൻജിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഫൈനൽ ഇയർ ആയ സമയത്ത് ഇതേപോലെ ഒരു എക്സാമിന്റെ തലേന്ന് എനിക്ക് തോന്നുക എന്തോ അത് എന്താ ടെലിപ്പതി എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാനിങ്ങനെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ ഉള്ളിൽ തോന്നി എനിക്ക് എന്തോ സങ്കടം വരാൻ പോണു, അങ്ങനെ തോന്നി. അപ്പം ഞാൻ എൻ്റെ അച്ഛനെയാണ് വിളിച്ചത്. അച്ഛൻ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, ഇതൊരു സ്കോളർഷിപ്പ് എക്സാമാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്ക് എഴുതണ്ട തോന്നുന്നു, എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. അന്നായിരുന്നു ലാസ്റ്റ് അച്ഛനെ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ അടുത്ത ദിവസം അപ്പൊ അതൊക്കെ കൂടി ഇങ്ങനെ മനസ്സിലിങ്ങനെ അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാടണമെന്ന്. അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ആളുമില്ല. അമ്മയാണ് ഞങ്ങളെ നോക്കണത്. അപ്പം അതുകൊണ്ട് ഓക്കെ, നമ്മള് സങ്കടം
കരഞ്ഞനെ തീർക്കണം, അല്ലാണ്ട് മാർഗം. ഇവിടെ ഓരോരുത്തരും അച്ഛനെ കൊണ്ടുവരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്ന് കരയായിരുന്നു. സീരിയസ്ലി അവിടെ ഇരുന്ന് ചിരിക്കണം, പക്ഷെ ഉള്ളിൽ ഞാൻ ഒരുപാട് കരയും. എന്തായാലും അച്ഛൻ ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അവര് വേറൊരു ലോകത്ത് പോയി, പക്ഷെ അവർക്കൊക്കെ നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മളെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതെ. ഈ പാട്ടും അച്ഛൻ കേട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. അതല്ലേ നമ്മുടെ വിശ്വാസം. അതെ. അച്ഛന്റെ ഫോട്ടോസൊക്കെ ഇവിടെ സൈഡിൽ വരുന്നുണ്ട്. 1000 കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ, ആ വിളി കേൾക്കുവാൻ ചാരെ. പക്ഷെ അച്ഛനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലേ വെരി യങ്, 51 കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലത്തെ അച്ഛനെയും അമ്മേനെയും ഒക്കെ എനിക്ക് കിട്ടി. ഹസ്ബൻഡിന്റെ വീട്ടിലാണേലും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും, ഫാമിലി, ബ്രദറാണേലും പിന്നെ ഹസ്ബൻഡ് ആണേലും. അതിൻ്റെ ശേഷം എല്ലാത്തിനും എൻ്റെ കൂടെ. ആ സമയത്ത് കല്യാണം ഉറപ്പിച്ച സമയമായിരുന്നു കുറച്ച്, അപ്പൊ ഡിലേ ആയി. അപ്പൊ ആ നേരത്തെ അച്ഛനെ പോലെ എന്നെ നോക്കുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ ആൾക്കും കൂടി വേണ്ടിട്ട്. മോള് നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഈ ടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതർവൈസ് യു ആർ വെരി ഗുഡ് സിംഗർ. താങ്ക് യു സർ.